കിരണങ്ങളും നമ്മൾ ചൊരിയുകയാണ്. ഈ ചടങ്ങ് കാണുന്നത് തന്നെ പുണ്യമാണ്, ഭാഗ്യമാണ്. ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദേവി ശരണം. നാരീപൂജയുടെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. നമ്മുടെ വിശിഷ്ട വ്യക്തിയായിട്ടുള്ള സീമാട്ടി സിൽസിൻ്റെ MDയും CEO-യും ആയ ശ്രീമതി ബീന കണ്ണൻ അവർകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി ശ്രീമതി ബീന കണ്ണൻ്റെ പാദം കഴുകി പൂജിച്ചുകൊണ്ട് നാരീപൂജയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതും തുടർന്ന് ഇവിടെ എത്തിച്ചിരിക്കുന്ന മുഴുവൻ സജ്ജനങ്ങളെയും പാദം കഴുകി പൂജിച്ചുകൊണ്ടുള്ള നാരീപൂജ എന്ന മഹനീയ ചടങ്ങിന് ആരംഭം കുറിക്കുകയാണ്. അതിനു മുമ്പായി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനായി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നു. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമസ്തുതേ. സർവമംഗളസ്വരൂപിണിയും പരാൽപരിയും സർവനിയാമികയുമായ ആദിപരാശക്തി കുടികൊള്ളുന്ന ചക്കുളത്തുകാവ് ശ്രീ ഭഗവതി അമ്മയുടെ തിരുസന്നിധിയിലെ എല്ലാ മലയാള മാസവും ധനുമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച തോറും നടത്തിവരുന്ന നാരീപൂജ എന്ന ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. വളരെയധികം മഹത്വമേറിയ വളരെയധികം പുണ്യകരമായ ഒരു ചടങ്ങാണ് ഈ നാരീപൂജ എന്ന് പറയുന്നത്. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയെല്ലാം സ്ത്രീകളെ ആരാധിക്കപ്പെടുന്നോ ആദരിക്കപ്പെടുന്നുവോ അവിടെ സർവ ഐശ്വര്യാദി സമൃദ്ധികളും ഉണ്ടാകുമെന്നുള്ള വലിയൊരു സങ്കല്പമാണ് ഈ നാരീപൂജയ്ക്ക് പിന്നിലുള്ളത്. അതുപോലെ തന്നെ എവിടെയെല്ലാം സ്ത്രീകളെ അനാദരിക്കുകയും ഉപദ്രവിക്കുകയും അല്ലെ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആ പ്രദേശമാകെ സർവനാശങ്ങൾക്കും ഇടയായിത്തീരുമെന്നുള്ള ഒരു സത്യമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം സ്ത്രീ എന്ന് പറയുന്നത് ഒരു പെണ്ണ് മാത്രമല്ല, സാക്ഷാൽ പരാശക്തിയായ ദേവിയുടെ അംശമാണ്. നമ്മൾ നാരീപൂജ നടത്തുമ്പോൾ ആ ദേവിയുടെ ഭാവത്തെയാണ് നമ്മൾ പൂജിക്കുന്നത്. ആ സ്ത്രീയിൽ അടങ്ങിയിരിക്കുന്ന ദേവതാഭാവത്തെ, മാതൃഭാവത്തെ, ആ മഹാലക്ഷ്മി ഭാവത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ദേവിയായി ആ പാദങ്ങൾ തീർത്ഥം തളിച്ച് ചന്ദന പുഷ്പാദി ലേപനങ്ങൾ ചെയ്ത് ആരതി ഒഴിഞ്ഞ് പൂജിച്ച് നമസ്കരിക്കുന്ന ഏറ്റവും വിശിഷ്ടമായ ധന്യമായ ഒരു ചടങ്ങാണ് ഈ നാരീപൂജ എന്ന് പറയുന്നത്. ഈ നാരീപൂജയിൽ പങ്കെടുക്കുമ്പോൾ ആ സർവ നിയാമിയായ പരാശക്തി സ്ത്രീകളിൽ വന്ന് കുടികൊള്ളുകയാണ്. അപ്പം നമ്മൾ നാരീപൂജ നടത്തുമ്പോൾ ആ ദേവീഭാവമാണ് ഓരോരുത്തരിലും ഉണ്ടാകുന്നത്. എല്ലാ സ്ത്രീകളിലും പ്രായപരിധി ഭേദമില്ലാതെ എല്ലാ സ്ത്രീകളിലും ദേവി കുടികൊള്ളുന്നു എന്നുള്ള വലിയ സങ്കല്പമാണ്. അമ്മയാണ്, ദേവിയാണ്, മാതൃഭാവമാണ്. അപ്പം അത് പൂജിക്കുക എന്ന് പറയുന്നത് വലിയൊരു അനുഗ്രഹമാണ്. ഈ വന്ന കാലത്ത് സ്ത്രീകളെ ആദരിക്കുക എന്ന് പറയുന്ന ഒരു തത്വം ഒരു വലിയ സന്ദേശമാണ്. കാരണം സ്ത്രീകളെ പീഡിപ്പിക്കുകയും ഉപദ്രവിക്കുകയും നിഷ്ഠൂരമാക്കി കൊന്നുകളയുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലയളവിൽ സ്ത്രീകളെ പൂജിക്കുന്ന ഏറ്റവും വലിയ ചടങ്ങാണ് ചക്കുളത്തമ്മയുടെ തിരുമുമ്പിൽ നടക്കുന്ന നാരീപൂജ എന്ന ചടങ്ങ്.
എവിടെയെല്ലാം സ്ത്രീകളെ ഉപദ്രവിച്ചാലും അവിടെയൊക്കെ ദേവിയുടെ ശിക്ഷ അവർക്കുണ്ടായിരിക്കുമെന്നുള്ളതാണ്. 4 ഗുണങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ 3 ഗുണവും പറഞ്ഞിരിക്കുന്ന സ്ത്രീകൾക്കാണ്. ഭാരതീയ സംസ്കാരത്തിൽ, നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ ഏറ്റവും മഹത്വം കൽപ്പിച്ചിരിക്കുന്ന സ്ത്രീകൾക്കാണ്. അപ്പം സ്ത്രീകളുടെ മഹത്വം എത്രയോ വലുതാണ് എന്ന് ഓരോ സ്ത്രീകളും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. എത്ര ദുഃഖിച്ച് കരയുന്ന കുട്ടികളെപ്പോലും അമ്മയൊന്ന് കൈ തൊട്ടാൽ ആ കുഞ്ഞിനുണ്ടാകുന്ന ആശ്വാസം ഒന്ന് വേറെയാണ്. എല്ലാ ത്യാഗങ്ങളും സഹിച്ച്, എല്ലാ ദുഃഖങ്ങളും സഹിച്ച്, എല്ലാ വേദനകളും സഹിച്ചാണ് ഒരമ്മ ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നത്. അവൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ ആ അമ്മയുടെ നേരെ വിരൽ ചൂണ്ടിയാൽ പോലും, നിങ്ങളെന്ന് വിളിച്ചാൽ പോലും, അല്ലെങ്കിൽ അമ്മയെ ഉപദ്രവിച്ചാൽ അവൻ്റെ 7.5 കോടി ജന്മം പാഴായി പോകുമെന്നാണ്, പാടില്ലെന്നാണ്. അത്ര മഹത്വമാണ് അമ്മ എന്ന് പറയുന്നൊരു സങ്കല്പത്തിലുള്ളത്. അത് കണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഒരമ്മയ്ക്ക് ഒരു വീട്ടിൽ സമാധാനവും സന്തോഷവും കൊടുത്താൽ ആ വീട്ടിലെല്ലാം ഐശ്വര്യവും ഉണ്ടാകും. ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുക, എത്രയോ അമ്മമാരാണ് വഴിയാധാരമായി പോകുന്നത്, എത്രയോ അമ്മമാരാണ് പീഡിപ്പിക്കപ്പെടുന്നത്, എത്രയോ ഭാര്യമാരാണ് നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെടുന്നതാണ്. വിവാഹം കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഉപേക്ഷിച്ച് ദൂരെ കളയുക. അതുപോലെ തന്നെ കുട്ടികളെപ്പോലും ഉപദ്രവിച്ച് കളയുന്ന ഒരു കാഴ്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാവത്തെ മാറ്റി ദേവി എന്ന സങ്കല്പത്തോടു കൂടി ഓരോ സ്ത്രീയെയും ആദരിച്ചു കഴിയുമ്പോഴേ അവർക്ക് നമ്മൾ സ്നേഹം കൊടുക്കുകയും ആദരിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോഴേ സർവനിയാമികയായ പരാശക്തി ആ വീട്ടിൽ വന്ന് കുടികൊള്ളുമെന്നുള്ളതാണ്. മറിച്ച് ഏതേലും അമ്മയുടെ ദുഃഖം ഒരു ഭവനത്തിൽ വീണാൽ, അല്ലെങ്കിൽ അമ്മയുടെ കണ്ണുനീര് അവർ വീഴാൻ ഇടയായാൽ, അല്ലെങ്കിൽ ദുഃഖിച്ചാൽ സർവനാശം സംഭവിക്കുമെന്നാണ്. അപ്പോൾ ഒരിക്കലും അതിനിടയാക്കി തീർക്കരുത്. നമ്മളെ വളർത്തിയ അമ്മയോടും, നമ്മൾ വിവാഹം കഴിച്ചു കൊണ്ടുവന്ന ഭാര്യയോടും, നമ്മൾ വളർത്തുന്ന മക്കളോടുമൊക്കെ നമ്മൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടി നമ്മൾ പെരുമാറിയാൽ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാകും. മറിച്ച് നീചമായ രീതിയിൽ ഇന്ന് സ്ത്രീകളെ ഉപദ്രവിച്ച് മദ്യപിച്ചും ലക്കുകെട്ടും ആഭാസന്മാരായി വീട്ടിൽ കയറി വന്ന് എത്രയോ സ്ത്രീകളുടെ ജീവിതമാണ് പാഴായി പോകുന്നത്. അപ്പം അതിൽ നിന്നൊക്കെ മോചനമുണ്ടാകുവാൻ പരാശക്തിയുടെ പാദങ്ങളെ അഭയം പ്രാപിക്കുക മാത്രമേ ഈ വന്ന കാലത്ത് നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പം സ്ത്രീകളെ ആരാധിക്കുന്ന ഒരു ചടങ്ങ് ഭാരതത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിലാണ് ആരംഭിച്ചിരിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള വളരെയധികം അത്ഭുതകരമായ ചരിത്രം ഉണ്ട്. സ്ത്രീകളെ നിന്ദിച്ചാൽ ദേവി പോകുമെന്ന്. ഇപ്പം സ്ത്രീകളെ ആരാധിക്കുക എന്ന ചടങ്ങിന് പിന്നിലൊരു കഥയുണ്ട്. അതിപ്പോൾ പറയുന്നില്ല, അത് പിന്നീട് ഒരിക്കൽ പറയാം. എൻ്റെ പുസ്തകം ഇവിടെ കിട്ടും, അത് മേടിച്ച് വായിച്ചാൽ മതിയാവും. അങ്ങനെ എല്ലാം കൊണ്ടും സ്ത്രീകളുടെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്ന ഒരു വലിയ ചടങ്ങാണ് നാരീപൂജ എന്ന് പറയുന്ന ചടങ്ങ്. അതിപ്പോൾ പാദം കഴുകി ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ട് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വിളിച്ചുചൊല്ലി പ്രാർത്ഥന ചൊല്ലുമ്പോൾ അമ്മ ഇവിടെ എത്തുമെന്നുള്ളതാണ്. അതിന് ശേഷമാണ് നമ്മൾ ആ നാരീപൂജ എന്ന ചടങ്ങ് ആരംഭിക്കുന്നത്. ദേവീശരണം, നാരീപൂജ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ആദ്യമായി നാരീപൂജയ്ക്ക് എത്തിച്ചേർന്നിട്ടുള്ളവർക്ക് സ്വാഗതം ആശംസിക്കുക. തുടർന്ന് രമേശ് ഇളമൺ നമ്പൂതിരി വിളിച്ചുചൊല്ലി പ്രാർത്ഥന ചൊല്ലുന്നു. അത് എല്ലാവരും ഏറ്റുചൊല്ലണം. അതിനുശേഷം നാരീപൂജ നടക്കുന്നതാണ്. സ്വാഗതം ആശംസിക്കുന്നത് മാതൃസമിതി സെക്രട്ടറി ശ്രീമതി ഉഷ വിക്രമൻ. ദേവി ശരണം.
ദേവി ശരണം അന്നപൂർണേശ്വരിയും ഉദ്ദിഷ്ടപരദായികമായ ചക്കളത്തമ്മയുടെ അനുവാദത്തോടു കൂടിയാണ് ഞാൻ ഈ സ്വാഗതത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഈ യോഗത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ശ്രീമാൻ മണിക്കുട്ടൻ നമ്പൂതിരി അവറുകൾ, അതുപോലെ തന്നെ മുഖ്യ പ്രഭാഷണം നടത്തിയ ശ്രീമാൻ ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി അവറുകൾ, അതുപോലെ തന്നെ ഇവിടെ പ്രഭാഷണം നടത്തുന്നതിനു വേണ്ടി എത്തിയിരിക്കുന്ന രമേശ് ഇളമൺ നമ്പൂതിരിപ്പാട് അവറുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഈ നാരീപൂജയ്ക്ക് അതായത് ഭാരതത്തിൽ അതിപുരാതനമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ശ്രീ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം. ഏകദേശം 5000 വർഷം പഴക്കമുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൽ ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളിൽ വളരെ വ്യത്യസ്തമായ, അതായത് നാരീപൂജ നടത്തുന്ന ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് ശ്രീ ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം. അതായത് സുവർണപീഠത്തിലിരിക്കുന്ന അമ്മയെ സങ്കല്പിച്ചുകൊണ്ടാണ് ഇവിടെ സ്ത്രീകളിൽ ഓരോ സ്ത്രീകളെയും പാദം കഴുകി പൂജിക്കുമ്പോൾ അമ്മ അവരിൽ ചക്കുളത്തുകാവ് ദേവിയായിട്ടാണ് നമ്മൾ അവരെ കാണുന്നത്. എവിടെ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നുവോ അവിടെ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നുകൂടുമെന്നാണ് നമ്മുടെ വിശ്വാസത്തിലും അതുപോലെ തന്നെ അങ്ങനെ തന്നെയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഈ നാരീപൂജയിൽ ഇവിടെ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ബീന കണ്ണൻ അവറുകൾ, പ്രശസ്ത ഡിസൈനറും അതുപോലെ തന്നെ സീമാട്ടിയുടെ സിഒയും കൂടിയായ മാഡത്തിന് ഞാൻ ഏവരുടെയും പേരിലും നിങ്ങളുടെ ഏവരുടെയും പേരിലുള്ള സ്വാഗതം ഇവിടെ അർപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഇതിനു വേണ്ടിയിട്ടുള്ള ഈ നാരീപൂജയ്ക്കും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ഏറ്റവും കൂടുതൽ സഹകരിച്ച ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാരവാഹികളോടും അതോടൊപ്പം തന്നെ വളരെ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന നാട്ടുകാരോടും അതുപോലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന ഈ ക്ഷേത്രമുറ്റത്ത് എത്തിയിരിക്കുന്ന എല്ലാ സജ്ജനങ്ങളോടും ദേവിയുടെ നാമത്തിൽ സ്വാഗതം അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ദേവിയുടെ വിളിച്ചൊല്ലി പ്രാർത്ഥന ആരംഭിക്കുന്നു. എല്ലാവരും ഈ പ്രാർത്ഥന ഭക്തിയോടുകൂടി ഉറക്കെ ഏറ്റു ചൊല്ലുവാൻ അഭ്യർത്ഥിക്കുന്നു. സർവ്വലോകങ്ങളിലും സകല വസ്തുക്കളിലും സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ലോകമാതാവേ, ചക്കുളത്തുകാവിലമ്മേ, അകവും പുറവും ആദിപരാശക്തിയും അവിടുന്ന് തന്നെയാകുന്നു. ഒന്നുമൊന്നും അറിഞ്ഞുകൂടാത്തവനും നിസ്സാരനുമായ അടിയന്റെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. മഹാരോഗങ്ങളും ആദിവ്യാധികളും എന്റെ കുടുംബത്തിൽ ഉണ്ടാകരുതേ. അംഗവൈകല്യങ്ങളോ അപകടങ്ങളോ ഞങ്ങൾക്കും സന്തതികൾക്കും ഉണ്ടാകാതെ അവിടുന്ന് കാത്തുകൊള്ളണമേ. ആയുസ്സും ആരോഗ്യവും അമ്മയുടെ അനുഗ്രഹത്താൽ വർദ്ധിപ്പിക്കണമേ. നല്ലതായ മംഗല്യഭാഗ്യവും സന്താനഭാഗ്യവും സദ്ബുദ്ധിയും വിദ്യയും ഭക്തിയും തന്ന് അനുഗ്രഹിക്കണമേ. ആദിപരാശക്തിയായ ചക്കുളത്തുകാവിലമ്മേ, അവിടുത്തെ അനുഗ്രഹത്താൽ എന്റെ കുടുംബത്തിലുള്ളവരുടെ ദുർബുദ്ധിയും ദുശീലവും ചീത്ത കൂട്ടുകെട്ടുകളും മദ്യപാനവും ചൂതുകളിയും മറ്റ് നടപടി ദോഷങ്ങളും മൂലം ഞങ്ങളുടെ കുടുംബം അധപ്പതിക്കുവാനിടയാകരുതേ. നല്ലവരായ കൂട്ടുകാരും സമാധാനവും സന്തോഷവും എപ്പോഴും എന്റെ കുടുംബത്തിൽ ഉണ്ടാകണമേ. ദുർഗേ
ദുർഗേ ഭഗവതി ഭഗവതി ദേവി ദേവി ചക്കുളത്തമ്മേ ചക്കുളത്തമ്മേ നീ അടങ്ങാത്ത ഒരു വസ്തുവും നീ അടങ്ങാത്ത ഒരു വസ്തുവും ലോകത്തിലില്ലല്ലോ. ഈ ലോകത്തിലില്ലല്ലോ. പരസ്പരം പിണക്കവും പരസ്പരം പിണക്കവും ശത്രുതയിലും ശത്രുതയിലും രക്തബന്ധങ്ങൾ പോലും മറന്ന് രക്തബന്ധങ്ങൾ പോലും മറന്ന് മുൻകോപത്താൽ തമ്മിൽ തല്ലി നശിക്കുന്ന ഞങ്ങളെ നശിക്കുന്ന ഞങ്ങളെ അമ്മേ അമ്മേ അവിടുന്ന് സമാധാനം തന്നു രക്ഷിക്കണമേ. സമാധാനം തന്ന് രക്ഷിക്കണമേ. ജീവിതമെന്തെന്നറിയാതെ വലയുന്ന ഞങ്ങളെ നേരായ മാർഗത്തിലെത്തിക്കണമേ. ശക്തി സ്വരൂപിണിയും സത്യസ്വരൂപിണിയും ലോകമാതാവുമായ ചക്കുളത്തമ്മേ ശത്രുദോഷങ്ങളും ദുഷ്കർമ്മഫലങ്ങളും പൈശാചികമായ ദോഷങ്ങളൊന്നും തന്നെ ഞങ്ങളെ സ്പർശിക്കാതെ അവിടുന്ന് കാവലായിരിക്കണമേ. ഞങ്ങളും സന്തതികളും പോകുന്നിടത്തും വസിക്കുന്നിടത്തും കരുണാമയ്യായ ഭഗവതി ദൈവമാകുന്ന അമ്മേ ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കണമേ. ഞങ്ങളെയും കുഞ്ഞുങ്ങളെയും അമ്മേ കാത്തു രക്ഷിക്കണമേ. അഷ്ടൈശ്വര്യ സ്വരൂപിണിയായ ചക്കുളത്തുകാവിലമ്മേ അവിടുന്ന് മാത്രമാണ് ഞങ്ങൾക്കൊരാശ്രയം. പെറ്റമ്മയും പോറ്റമ്മയും അവിടുന്നാകുന്നു. അച്ഛനും അമ്മയും നീയാകുന്നു. രക്ഷയും ശിക്ഷയും അവിടുന്ന് നടത്തുന്നു. അത്ഭുത മഹാത്മ്യങ്ങൾ നിറഞ്ഞ ചക്കുളത്തമ്മേ മൂഢതയാൽ അഹങ്കാരം വർദ്ധിച്ച് അജ്ഞാന സമുദ്രത്തിൽ കരകാണാതലയുന്ന ആലംബഹീനനായ അടിയനെ നീ തന്നെ കൈതന്നു കരകയറ്റണമേ. വർണ്ണനാതീതമായ നിന്റെ മഹാത്മ്യം ദേവി അടിയൻ അറിയുന്നില്ല. അന്യനെ ദ്രോഹിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്ന യാതൊരു ചിന്താഗതിയും മനസാ വാചാ കർമ്മണ അടിയന് തോന്നരുതേ. ലോകാംബികേ ഭഗവതി ദേവി മഹേശ്വരി അടിയങ്ങളിൽ കരുണയുണ്ടാകണമേ. അവിടുന്ന് ലോകത്തിന്റെ മാതാവാണ്. ഗതികെട്ട് വട്ടം ചുറ്റി തിരിയുന്ന അടിയനെ രക്ഷിക്കണമേ. സർവവേദങ്ങളുടെയും ഉൽപ്പത്തിയായ നിന്തിരുവടി സർവവും അറിയുന്നവളാണ് ദേവി ചക്കുളത്തുകാവിലമ്മേ. അടിയന്റെ ദുഃഖം അവിടുന്ന് അറിയുന്നില്ലേ? ദേവി ചക്കുളത്തുകാവിലമ്മേ അടിയന്റെ ദുഃഖം അവിടുന്ന് അറിയുന്നില്ലേ? ദുർഗേ ഭഗവതി ദേവി ഭക്തിഹീനന്മാർക്ക് അപ്രാപ്യമായ മഹാദേവി രക്ഷിക്കണമേ. എന്റേതായി ലോകത്തിൽ അമ്മേ നീ മാത്രമേയുള്ളൂ. മായാബന്ധത്താൽ എന്റേതെന്ന് തോന്നിക്കുന്ന സകലതും തൃക്കാക്കൽ സമർപ്പിച്ച് അടിയൻ തൃക്കാക്കൽ വീഴുന്നു. അടിയൻ ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ അത് നിന്നിലായിരിക്കണമേ. അടിയൻ ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ അത് നിന്നിലായിരിക്കണമേ. കോടാനുകോടി രൂപങ്ങളിലും നാമങ്ങളിലും അമ്മയെ വാഴ്ത്തി സ്തുതിക്കുന്നു. തൂണിലും തുരുമ്പിലും കല്ലിലും പുല്ലിലും എന്നു വേണ്ട സകലതിലും നിന്നെ മാത്രം കാണുന്നു. സത്യസ്വരൂപിണിയായ ജഗന്മയി എങ്ങനെ പ്രാർത്ഥിക്കണം
പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും എങ്ങനെ പൂജിക്കണമെന്നും എങ്ങനെ പൂജിക്കണമെന്നും അടിയൻ അറിഞ്ഞുകൂടാ. അടിയൻ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അടിയന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് അടിയന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് നീ മാപ്പു തരേണമേ. മാപ്പ് തരേണമേ. കാണുന്നതും കേൾക്കുന്നതും ചെയ്യുന്നതും എന്നു വേണ്ട സകലതും അമ്മേ പരാശക്തി കരുണാമയി നീ മാത്രമാകേണമേ. ജീവാത്മാവും പരമാത്മാവും നീയാകുന്നു. ചക്കുളത്തുകാവിലമ്മേ നിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ മഹത്വം ലോകം മുഴുവൻ വാഴ്ത്തി സ്തുതിക്കണമേ. ചക്കുളത്തുകാവിലമ്മേ നിന്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ മഹത്വം ലോകം മുഴുവൻ വാഴ്ത്തി സ്തുതിക്കണമേ. അമ്മേ എന്റെ കുടുംബത്തിലുള്ളവർക്ക് ഭക്തിയും അറിവും തരണമേ. മഹാരോഗങ്ങൾ മാറ്റിത്തരണമേ. എന്റെ ശരീരക്ലേശങ്ങൾ അകറ്റണമേ. ബാധകളായി ഞങ്ങളിൽ നിൽക്കുന്ന എല്ലാ ഉപദ്രവങ്ങളെയും അമ്മയുടെ തിരുനാമത്തിൽ ഭസ്മമാക്കണമേ. ഞങ്ങളെ ശുദ്ധരാക്കണമേ. ശരീരത്തിനും മനസ്സിനും ബലം തരണമേ. ദൈവമാകുന്ന ചക്കുളത്തുകാവിലമ്മേ സുഖം കൂടുമ്പോൾ അമ്മയെ മറക്കുവാനും ദുഃഖം കൂടുമ്പോൾ അമ്മയെ നിന്ദിക്കുവാനും അടിയനു തോന്നരുതേ. സുഖത്തിലും ദുഃഖത്തിലും അമ്മയാകുന്ന ഭഗവതി നിന്റെ പാദം ഞങ്ങൾക്കു ശരണമായി വരണമേ. ചക്കുളത്തമ്മേ ഈശ്വരി വിശ്വനായികേ അവിടുത്തെ പരീക്ഷണം തടയുവാൻ ആർക്കും സാധിക്കയില്ല. പരദൂഷണം പറയുവാനും മറ്റുള്ളവരെ നിന്ദിക്കുവാനും അന്യന്റെ ഉയർച്ചയിൽ അസൂയപ്പെടുവാനും അമ്മേ എനിക്ക് തോന്നരുതേ. എന്റെ മരത്തിന്റെ ഇല പോലും മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കരുതേ. എന്റെ മരത്തിന്റെ ഇല പോലും മറ്റുള്ളവർക്ക് ദോഷമായി ഭവിക്കരുതേ. എന്റെ ശരീരവും ബുദ്ധിയും മറ്റുള്ളവർക്ക് ഉപകാരമായി തീരണമേ. കളങ്കമില്ലാത്ത ഭക്തി എനിക്കുണ്ടാകണമേ. ഈശ്വര നിന്ദ ചെയ്യാൻ തോന്നരുതേ. ഏതു നിമിഷവും എല്ലാം വെടിഞ്ഞ് എല്ലാവരെയും പിരിഞ്ഞു പോകേണ്ടതായ ഞങ്ങൾക്ക് മതമത്സരാദികൾ ഒരിക്കലും തോന്നിക്കരുതേ. ശാശ്വതമായ ഭക്തിയും സ്നേഹവും എനിക്ക് എപ്പോഴും തരണമേ. മദ്യവും ചൂതുകളിയും മുൻകോപവും എന്നെ തീണ്ടുക പോലും വരുതേ. ചക്കുളത്തുകാവിലമ്മേ ഇനി എന്റെ ജീവിതം അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ചക്കുളത്തുകാവിലമ്മേ ഇനി എന്റെ ജീവിതം അവിടുത്തെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കുന്നു. എത്ര വലിയ ദുഃഖത്തിലും നിന്റെ നാമം ഞാൻ കൈവിടുകയില്ല. സ്നേഹനിധിയായ അമ്മേ എന്നെ ഒരു സന്തതിയായി സ്വീകരിച്ച് രക്ഷിച്ച് അനുഗ്രഹിക്കണമേ. സ്നേഹനിധിയായ അമ്മേ എന്നെ ഒരു സന്തതിയായി സ്വീകരിച്ച് രക്ഷിച്ച് അനുഗ്രഹിക്കണമേ.
അനുഗ്രഹിക്കണമേ. സ്നേഹനിധിയായ അമ്മേ, സ്നേഹനിധിയായ അമ്മേ, എന്നെ ഒരു സന്തതിയായി സ്വീകരിച്ച് എന്നെ ഒരു സന്തതിയായി സ്വീകരിച്ച് രക്ഷിച്ച് അനുഗ്രഹിക്കണമേ. അനുഗ്രഹിക്കണമേ. അമ്മേ ശരണം, അമ്മേ ശരണം. ചക്കുളത്തുകാവിൽ അമ്മേ ശരണം, ചക്കുളത്തുകാവിൽ അമ്മേ ദേവിയേ ശരണം, ദേവിയേ ശരണം. നല്ലതായ മംഗല്യഭാഗ്യം തരണേ പൊന്നു ദേവിയേ ശരണം. നല്ലതായ മംഗല്യഭാഗ്യം തരണേ ദേവിയേ. അറിവില്ലാ പൈതങ്ങളാണ് പൊന്നു ദേവിയേ ശരണം. അറിവില്ലാ പൈതങ്ങളാണ് പൊന്നു ദേവിയേ ശരണം. അറിവും ബോധവും തരണേ പൊന്നു ദേവിയേ ശരണം. അറിവും ബോധവും തരണേ പൊന്നു ദേവിയേ ശരണം. അമ്മേ ശരണം, അമ്മേ ശരണം. ദേവിയേ ശരണം, ദേവിയേ ശരണം. ചക്കുളത്തുകാവിൽ അമ്മേ ശരണം. ചക്കുളത്തുകാവിൽ അമ്മേ ശരണം. നാരിപൂജ അഭീഷ്ടവരദായിനിയായ ചക്കുളത്തമ്മയുടെ തിരുസന്നിധിയിലെ 12 നോയമ്പ് മഹോത്സവത്തോടനുബന്ധിച്ച് ധനുമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച നടത്തി വരാറുള്ള ആയില്യം പൂജ, നാരീപൂജയുടെ ഉദ്ഘാടനം ഉടൻ തന്നെ ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി, ശീമാട്ടി 6-ന്റെ MD-യും CEO-യുമായ ശ്രീമതി ബീന കണ്ണൻ്റെ പാദം കഴുകി പൂജിച്ചുകൊണ്ട് നാരീപൂജയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. അതിനു മുമ്പായി ശീമാട്ടി 6-ന്റെ MD CEO-യുമായ ശ്രീമതി ബീന കണ്ണൻ മാഡം 2 വാക്ക് സംസാരിക്കുന്നതായിരിക്കും. ഏവർക്കും നമസ്കാരം. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എന്താണെന്ന് എനിക്ക് പറയാൻ നാക്ക് വരുന്നില്ല. അമ്മയായി, ദേവിയായി, ചക്കുളത്തുകാവിൽ അമ്മയായി വന്ന് നിൽക്കാൻ സാധിച്ചത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഈ ഭൂമിയിൽ എൻ്റെ ജന്മത്തിന് ലഭിക്കാവുന്ന പരമോന്നത ബഹുമതിയും അനുഗ്രഹവും ആയി ആരോഗ്യമുള്ളിടത്തോളം എൻ്റെ മനസ്സിൽ നിലനിൽക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും സ്ത്രീ ആര്, എന്ത് എന്ന് മനസ്സിലാക്കി സർവ്വ ഐശ്വര്യത്തോടുകൂടിയും സർവ്വ ദൃഢനിശ്ചയത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും സമാധാനത്തോടു കൂടിയും മുന്നോട്ട് പോകണം എന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നമ്മുടെ മനസ്സിൽ ധാരാളം സങ്കടങ്ങളുണ്ട്, ധാരാളം വ്യതകളുണ്ട്, ധാരാളം കുറവുകളുണ്ട്. ഇതൊന്നുമില്ലാത്ത ഒരു മനുഷ്യജന്മം അല്ലെങ്കിൽ ഒരു സ്ത്രീ ജന്മം ഇല്ലേ ഇല്ല. അതുകൊണ്ട് നമ്മളാണ് തീരുമാനിക്കുന്നത് ഏത് ശരി ഏത് തെറ്റെന്ന്. നമ്മൾ തനിയെ ഈ ഭൂമിയിൽ വന്നു, നമ്മൾ തനിയെ ഇവിടുന്ന് പോകുന്നു. ആരെയും കൊണ്ടുപോകുന്നില്ല, ഒന്നിനെയും കൊണ്ടുപോകുന്നില്ല. നമ്മുടെ മക്കളാവട്ടെ, നമ്മുടെ സ്വന്തക്കാരാവട്ടെ, ഭർത്താക്കന്മാരാവട്ടെ, ആരാണെങ്കിലും അവർ തനി ജന്മം, അവർ ദേവിയുടെ തനി സ്വരൂപം വേറെ. അവർ ജനിക്കാൻ ഒരു പാത്രം ആകുന്നു എന്ന് മാത്രം. അവർ നമ്മളുടെ ആരുമല്ല, നമ്മുടെ കൂടെ ആരും വരുന്നുമില്ല, നമ്മളെ കൂടെ ആരും പോകുന്നുമില്ല. സോ സന്തോഷമായിരിക്കൂ, സമാധാനമായിരിക്കൂ. ദൈവാനുഗ്രഹം നിങ്ങളിൽ എത്തിച്ചേരട്ടെ. ദേവിയെ പൂജിച്ചുകൊണ്ട് ഏറ്റവും സമാധാനമായി കിട്ടിയ ഓരോ ദിവസവും ഏറ്റവും തൃപ്തിയോടുകൂടി, സമാധാനത്തോടുകൂടി, സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ. നമ്മൾ കണ്ണ് തുറന്നാൽ മാത്രമേ നമ്മൾക്ക് ഈ ലോകമുള്ളൂ. ഈ ലോകം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് നമ്മളാണ്, അല്ലേ? ഈ അമ്മ ഇന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ഈ ലോകം ഇവർക്കില്ല. അപ്പോൾ ആരുമില്ല, നിങ്ങളുമില്ല, അവരുമില്ല, ഈ ലോകവുമില്ല, മക്കളുമില്ല, ഭർത്താവുമില്ല, സ്വന്തക്കാരുമില്ല, പഠിത്തവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ നമ്മൾ സൃഷ്ടിക്കുന്ന, നമ്മളാകുന്ന ചക്കുളത്തുകാവിൽ അമ്മയിൽ ദേവി വന്ന്, നമ്മളും ദേവിയുടെ ഭാഗമാണ്. നമ്മൾ ഓരോരുത്തരും ഈശോയുടെ അംശമാണ്. അങ്ങനെ നമ്മളാണ് ഈ ലോകത്തിനെ കണ്ട്, നമ്മളാണ് ഈ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലേ? അല്ലാണ്ട് വേറെ ഒരാളല്ല ഈ ലോകം ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളിന്ന് കണ്ണടച്ചാൽ ഈ ലോകമില്ല, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ മിനിറ്റും ഏറ്റവും സമാധാനവും സന്തോഷവും നിറഞ്ഞതാക്കി തീർക്കാൻ നിങ്ങളുടെ മുഖത്ത് ഞാനൊന്ന് ചിരി കണ്ടോട്ടെ. ഇത്രയധികം സങ്കടം എന്താ രാവിലെ? നമുക്ക് ഒരുപാട് ജോലിയുണ്ട്, ഞാൻ സമ്മതിച്ചു. ഒന്ന് ചിരിക്കാമോ? ഒന്ന് ചിരിക്കാമോ പ്ലീസ്? നിങ്ങളുടെ നല്ലതിനാ, എൻ്റെ നല്ലതിനല്ല, നിങ്ങളുടെ നല്ലതിന്. ചിരിയാണ് മരുന്ന്, ചിരിയാണ് ഔഷധം. നിങ്ങൾ ആരോഗ്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും ഔഷധം ചിരി മാത്രം. ആ ചിരി പകർച്ചവ്യാധിയാണ്. കൊട്ടാവ് വിടുമ്പോൾ നമ്മൾ കോട്ടുവാ വിടുമ്പോൾ അടുത്ത ആൾ വിടില്ലേ? അതുമാതിരി ചിരി ഒരു പകർച്ചവ്യാധിയാണ്.
അതിന് ചിരി പടർത്തു. നിങ്ങൾ സ്വയം ചിരിക്കൂ, നിങ്ങൾ സ്വയം സന്തോഷമായിട്ടിരിക്കൂ. ഉറക്കം വരുന്നുണ്ട്, പക്ഷെ ചിരിക്കുക. ഇറ്റ്സ് ഓക്കെ, ചിരിക്കുക. ഞാൻ ചിരി പകുതിയേ കണ്ടിട്ടുള്ളൂ ഇതുവരെയും. ചിരിക്കാമല്ലോ, വല്ല പൈസ ചിലവുണ്ടോ? നിങ്ങളുടെ ആരോഗ്യം കൂടും, നിങ്ങൾക്കൊരു ആയുസ് കൂടും, നിങ്ങളുടെ മനസ്സ് നന്നാവും, നിങ്ങൾക്ക് വരുന്ന 10 അസുഖം വരില്ല. ജസ്റ്റ് ചിരിച്ചാൽ മാത്രം മതി. ചിരിക്കൂ, ചിരിക്കൂ, സന്തോഷമായിരിക്കൂ, സമാധാനമായിരിക്കൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം ചിരിയാൽ നിറഞ്ഞതാകട്ടെ, സമാധാനത്താൽ നിറഞ്ഞതാകട്ടെ, ദേവിയുടെ അനുഗ്രഹത്താൽ, ചക്രത്തുകാവി അമ്മയുടെ അനുഗ്രഹത്താൽ. ദാരിപൂജയുടെ ഉദ്ഘാടനം ശ്രീമതി ബീന കണ്ണൻ അവർകൾ ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് നാരീപൂജയുടെ ഉദ്ഘാടനം നിർമ്മിക്കുക. നാരീപൂജ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം, നാരീപൂജ സാംസ്കാരിക സമ്മേളനത്തിൻ്റെ ഈ നാരീപൂജ എന്ന ചടങ്ങുകളുടെ ഉദ്ഘാടനം ഇതാ ശ്രീമതി ബീന കണ്ണൻ അവർകൾ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നു. ഭക്തി നിർഭരമായ നാരീപൂജ ചടങ്ങിലേക്ക് കടക്കുകയാണ്. ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരിയും ക്ഷേത്ര മേൽശാന്തിയും ട്രസ്റ്റിയുമായ ബ്രഹ്മശ്രീ രഞ്ജിത്ത് ബി നമ്പൂതിരിയും ഷീമാട്ടി സിൽക്സിൻ്റെ MD-യും CEO-യുമായ പ്രമുഖ ഡിസൈനറുമായ ശ്രീമതി ബീന കണ്ണൻ അവരുടെ പാദം കഴുകി പൂജിച്ചുകൊണ്ട് ഈ വർഷത്തെ നാരീപൂജ മഹോത്സവത്തിന് നാരീപൂജ ചടങ്ങുകൾക്ക് ആരംഭം കുറിക്കുന്നു. ഈ നാരീപൂജ ചടങ്ങുകൾ തത്സമയം ക്ഷേത്ര മീഡിയ ലൈവ് ടെലികാസ്റ്റും ക്ഷേത്ര ലൈവ് വഴി ടെലികാസ്റ്റായി ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ചാനലിൽ ക്ഷേത്ര ലൈവ് നാരീപൂജയുടെ തത്സമയ സംപ്രേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ അമൃത ടി വിയും ഈ നാരീപൂജയുടെ രംഗങ്ങൾ പകർത്തുന്നുണ്ട്. അമൃത TV, ക്ഷേത്ര ലൈവ് തുടങ്ങി ദൃശ്യമാധ്യമങ്ങൾ നാരീപൂജ ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നു.
ക്ഷേത്രസന്നിധിയിൽ നാരീപൂജയുടെ ഉദ്ഘാടന കർമ്മം നടന്നിരിക്കുകയാണ്. ക്ഷേത്ര മുഖ്യ കാര്യദർശി ബ്രഹ്മശ്രീ രാധാകൃഷ്ണൻ നമ്പൂതിരി, സീമാട്ടി സിൽസിൻ്റെ MD CEO-യുമായ ശ്രീമതി ബീന കണ്ണൻ്റെ പാദം കഴുകി പൂജിച്ചുകൊണ്ട് നാരീപൂജയുടെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. ഇനിയും ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോ ഭക്തജനങ്ങളുടെയും പാദം കഴുകി പൂജിക്കുന്ന ചടങ്ങാണ്. യാതൊരു കാരണവശാലും ആരും തന്നെ തെക്കും തിരക്കും കൂട്ടാതെ ഓരോരുത്തരായി വരിയായി കടന്നു വന്ന് ഈ നാരീപൂജയിൽ പങ്കുകൊള്ളുവാൻ അറിയിക്കുകയാണ്. തിക്കും തിരക്കും കൂട്ടാതെ ഓരോരുത്തരായി വരിയായി കടന്നു വന്ന് മാത്രമേ ഈ നാരീപൂജയിൽ പങ്കെടുക്കാവൂ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഈ നാരീപൂജയുടെ തത്സമയ സംപ്രേഷണം ക്ഷേത്ര ലൈവ് യൂട്യൂബ് ചാനൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ട്. ക്ഷേത്ര ലൈവ് കൂടാതെ അമൃത TV-യും ഈ നാരീപൂജയുടെ ദൃശ്യങ്ങൾ ജനലക്ഷങ്ങളിലേക്ക് എത്തിക്കുന്നതിന് അമൃത TV-യും ഇവിടെ സജ്ജമാണ്. ഇത്രയും മഹനീയമായ ചടങ്ങിൽ പങ്കുചേർന്ന സീമാട്ടി 6-ൻ്റെ MD CEO ശ്രീമതി ബീന കണ്ണന് ക്ഷേത്ര ഉത്സവ കമ്മിറ്റിയുടെയും ക്ഷേത്ര ചക്രത്തുകാവ് ശ്രീ ഭഗവതി ക്ഷേത്ര ട്രസ്റ്റിൻ്റെയും പേരിലുള്ള നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തുന്നു. നാരീപൂജ ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് യാതൊരു കാരണവശാലും തിക്കും തിരക്കും കൂട്ടാതെ വരിയായി നിന്ന് മാത്രമേ നാരീപൂജയിൽ പങ്കുചേരാവൂ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ആരും തന്നെ തിക്കും തിരക്കും കൂട്ടരുത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. നാരീപൂജ എന്ന ചടങ്ങ് ഇന്ന് നടക്കുന്നതിനാൽ ഇന്ന് വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും മദ്യവിമുക്തിക്കായിട്ടുള്ള സത്യപ്രതിജ്ഞയും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് പ്രതി അറിയിക്കുകയാണ്. വിളിച്ചു ചൊല്ലി പ്രാർത്ഥനയും നാരീപൂജ എന്ന ചടങ്ങ് നടക്കുന്നതിനാൽ ഇന്ന് മദ്യവിമുക്തിക്കായി അമ്മയുടെ തിരുവായുധം തൊട്ടുള്ള സത്യപ്രതിജ്ഞ ഇന്ന് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 12:30-ക്ക് ശേഷം മാത്രമേ പ്രസാദമൂട്ട് ആരംഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം അറിയിക്കുന്നു. 12:30 കഴിഞ്ഞതിന് ശേഷം മാത്രമേ പ്രസാദമൂട്ട് ആരംഭിക്കുകയുള്ളൂ എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. ഇന്ന് നാരീപൂജ നടക്കുന്നതിനാൽ മദ്യവിമുക്തിക്കായിട്ടുള്ള സത്യപ്രതിജ്ഞ ഉണ്ടായിരിക്കുന്നതല്ല എന്ന വിവരം അറിയിക്കുകയാണ്. ഹലോ, ക്ഷേത്ര മേൽശാന്തിമാരായ
രാജേഷ് തിരുമേനിയും ആനന്ദ് തിരുമേനിയും എത്രയും പെട്ടെന്ന് നാരീപൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തേണ്ടതാണ്. മേൽശാന്തി രാജേഷ് തിരുമേനി നാരീപൂജ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തേണ്ടതാണ്. നാരീപൂജയ്ക്ക് പങ്കെടുക്കുന്ന ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് യാതൊരു കാരണവശാലും ആരും തന്നെ തിരക്ക് കൂട്ടരുത്. എല്ലാവർക്കും പാദപൂജ നടത്തി നാരീപൂജയിൽ പങ്കുകൊണ്ട് മടങ്ങുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആരും തന്നെ തിരക്ക് കൂട്ടരുത് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. എല്ലാവർക്കും നാരീപൂജയിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഇന്ന്
നാരീപൂജ നടക്കുന്നതിനാൽ മദ്യവിമുക്തിക്കായുള്ള സത്യപ്രതിജ്ഞ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ള വിവരം അറിയിക്കുന്നു. അതുപോലെ ഉച്ചയ്ക്ക് 12:30 ശേഷം മാത്രമേ പ്രസാദമൂട്ട് ആരംഭിക്കുകയുള്ളൂ എന്ന വിവരവും അറിയിക്കുകയാണ്. ഈ നാരീപൂജയുടെ തത്സമയ സംപ്രേഷണം ക്ഷേത്ര ലൈവ് യൂട്യൂബ് ചാനലിൽ തത്സമയ സംപ്രേഷണം നടക്കുന്നുണ്ട്. ക്ഷേത്ര ലൈവ് എന്ന യൂട്യൂബ് ചാനലിൽ ഏവർക്കും ഈ നാരീപൂജ തത്സമയം വീക്ഷിക്കാവുന്നതാണ്.
മണിയോടെ ഉണ്ട്. അരമണിക്കൂടെ കഴിക്കല്ലേ? 後で出てよ。എണീക്ക ഇല്ല ഇതിലെ
കാല് മുമ്പിലോട്ട് ചേർത്ത് മുമ്പോട്ട് കാല് മുമ്പിലോട്ട്. കാല് ചേർത്ത് വയ്ക്കണം. എണീക്കാം. ചൂട കൊടുക്കും. ദാദാ ജയ കാല് ചേർത്ത് വയ്ക്കണം. ചേർത്ത്
ശ്രീമഹാഭാഗവതം ദശമസ്കന്ധം സമാരംഭം കാരണധാമത്തിങ്കൽ നിന്ന് അഴിഞ്ഞിഴിഞ്ഞിടും കാരണാമൃതപാനം ചെയ്തു ചെയ്ത് അലസാധേ പാരതിൽ പരോപകാരായ സഞ്ചരിക്കും അത്യാരോമൽ കിളിപ്പെണ്ണേ പാരാതെ വരികായിരി മാനുഷഭാവം പഴുതായി കഴിഞ്ഞിടും മുമ്പേ മാനസന്തളിൽ ആത്മജ്ഞാനമംഗലം പരം സാധിപ്പാനുള്ളതായ സാധനം പാവക്ഷയം മാധവചരിതം കേവലമത് കേട്ടു തുന്നിനാൽ പൈനലാവോളം മന്യന്മാരെ വന്നിച്ചു മന്ദം മന്ദം പേരപ്പനകുല വിഘ്നേശ്വരൻ എനിക്കിതിൽ ആരംഭ വിഘ്നങ്ങൾ തീർത്തിയിടുവാൻ ദിനം തോറും ചേതസ വന്നിച്ചു നിന്നിടിനേൻ ആകും വണ്ണം ആരംഭ വിഘ്നങ്ങൾ തീർത്തിടുവാൻ
ദിനംതോറും ചേതസ വന്നിച്ച് നിന്നിടിനൻ ആകും വണ്ണം ചേതസി വിവേക വേഗങ്ങൾ തന്നരുളുവാൻ കാരണി സാരസ്വതി ദാനുമൻ ജിഹ്വാഞ്ജലി ഭാരതി നൃത്തം ചെയ്യുവാനായി അടിപണങ്ങുന്നേ. ദേവകീ സുതൻ വസുദേവ നന്ദനൻ കൃഷ്ണൻ ദേവദേവേശൻ തന്റെ ലീലാവർണ്ണനത്തിനു താനിനി മമ ഹൃദയാകാശേ ശശാങ്കനായി. ആനന്ദരുചികൾ വീശിയിടുവാൻ ധ്യാനിക്കുന്നേ. മാനസേ ഗുരുവരൻ തന്നുടെ പാദങ്ങളും ദീനതയൊഴിഞ്ഞു ചൂടിയിടിനേനൊഴിയാതെ വേദവ്യാസനു ഇതു കാലം ജീവണ്ണം ചൊൽവാൻ ആദരാൽ അനുഗ്രഹിച്ചിടണം സദൈവമേ. ശ്രീ സുഖമുനീന്ദ്രനും മോദേന വരം തരിക ആശയം തെളിവതിനായി അടിപണിയുന്ന നാരദ സനക കൽപ്പിക്കാതി മുനീന്ദ്രരും കാരണന്മാരാം ധരാ ദേവദൈവതങ്ങളും വാസവാദി അഖില ദിക്പാലകന്മാരും സപ്തമാതൃക്കൾ ദിനേശാദിഗ്രഹങ്ങൾ പിതൃക്കളും ദേവകൾ വിരിഞ്ചനും ഈശ്വരൻ താനും രമാദേവിയും മഹേശ്വരി മാതാവും കുമാരനും ശേഷനും ഇവിടെ മറ്റുള്ള സർവജ്ഞന്മാരും ശേഷമെല്ലാരും ജാതി നിന്ദ്യനമ്മുടൻ തന്റെ പോഷലക്ഷണത്തിനെ കൊണ്ട് അനുഗ്രഹിക്കണം. ദോഷമായി അനിശമെല്ലാരെയും വന്നിക്കുന്ന ബോധമില്ലാതോരസാരജ്ഞന അജ്ഞാനി ഞാൻ ആധാരസ്വരൂപനാം മാധവചരിതങ്ങൾ മാരുദാസന കുലനാഥനും ഗിരീശനും താരകാരാധിക്കുമോർത്തറിഞ്ഞ് ചൊല്ലിടുവാൻ വേലയായിരിപ്പൊരുമായ വൈഭവം തുലോം ബാലൻ ഈ വണ്ണൻ ചൊൽവാനെ കൊണ്ടു തുനിഞ്ഞ് അതും ചേതസേ വിചാരമില്ലായെന്നറിഞ്ഞ് അതിപ്രീതരായി അനുഗ്രഹിച്ചിടുവിനെല്ലാവരും. വ്യാസനിർമ്മിതം കലികാലേ ഭക്താനാം പരിബോധനം ഉപകാരമെന്ന് കേട്ടിരിക്കുന്നു. നാനാജാതിയും മേലിലൽപബോധികൾക്ക് ആത്മജ്ഞാന സിദ്ധ്യർത്ഥം മനഃശുദ്ധി കാരണം ഇതം വേണമെന്നാകിൽ കേട്ടുകൊള്ളുവിൻ. അല്ലെങ്കിലും നാണം കൂടാതെ പറഞ്ഞിടുന്നേൻ ആകും വണ്ണം ശ്രീ വേദവ്യാസമുനി ശ്രീ ഭാഗവതം ചമച്ച് അഭിർമോദന നിജശിഷ്യനായി വിളങ്ങിന ശ്രീ ശുഗനേ സാദരം പഠിപ്പിച്ചതാചേന്തലിവിതനായ അനശനായ ഭൂപതി വിഷ്ണുരാജൻ തന്നെ കേൾപ്പിച്ച നേരം താപസൻ തന്നെ തൊഴുത് ഏകാന്തേ മഹീപതി വംശവിസ്താരം സൂര്യസോമയോർ അകക്കാമ്പിൽ സംശയം തീരും വണ്ണം കെട്ടതിന് അനന്തരം കംസാരി ചരിത്ര സംക്ഷേപത്തെ കേട്ടു ചൊന്ന സംസാര വിനാശനമാകിയ കഥാമൃതം വിസ്തരിച്ചരുളി ചെയ്തിടേണമെനിക്ക് ഉള്ളിൽ ചിത്ത സന്ദേഹം തീർന്നു മുക്തി വന്നിടും വണ്ണം
സംസാര വിനാശനമാകിയ കഥാമൃതം വിസ്തരിച്ചരുളി ചെയ്തിടേണം. എനിക്കുള്ളിൽ ചിത്ത സന്ദേഹം തീർന്നു മുക്തി വന്നിടും വണ്ണം മുഖ്യമാക്കിയത് വംശത്തിങ്കൽ വന്ന് അഖിലേശൻ ഭക്തവത്സലൻ പരമാനന്ദൻ അധോക്ഷജൻ പുഷ്കരേക്ഷണൻ അവതാരം ചെയ്തത് മൂലം തൽക്കുലത്തോടെ പരിശുദ്ധമായി എന്നല്ലയോ സ്വച്ഛമായി അരുൾ ചെയ്തു കേട്ടത്. പുനരിന്നും അച്യുതൻ വസുദേവപുത്രനായി അവനിൽ എനിക്കത് വിസ്തര ചൊല്ലിയിടണം. ഭക്തവത്സലൻ പരമാനന്ദൻ അധോക്ഷജൻ പുഷ്കരേക്ഷണൻ അവതാരം ചെയ്തത് മൂലം തൽക്കുലത്തോടെ പരിശുദ്ധമായി എന്നല്ലയോ സ്വച്ഛമായി അരുൾ ചെയ്തു കേട്ടിതു. പുനരിന്നും അച്യുതൻ വസുദേവപുത്രനായി അവനിൽ കൃഷ്ണനായി അവതരിച്ചുള്ളൊരു വിലാസങ്ങളൊക്കെ ജഗൻ മനോമോഹന ചരിത്രങ്ങൾ കേൾക്കയിൽ അത്യാഗ്രഹം നിൽക്കുമേലകക്കാമ്പിൽ വായിക്കുന്നിത്. എനിക്കത് വിസ്തരാ ചൊല്ലിടേണം. സാക്ഷാലന്നകം മെനക്കെടാതെ പല നാളുണ്ട് ആക്കമോടേവം ജഗന്നായക ചരിത്രങ്ങൾ കേൾക്കുന്നു. വിരാഗം വന്നീലല്ലേ പുനർ ഇതം ഓർക്കയില്ലല്ലേ ഭവ ഇല്ലെനിക്കേതും തൃപ്തി രാപ്പകലൊഴിയാതെ കേവലം മൽപ്രാണാന്തം താൽപര്യാനന്ദപൂർണം ഉത്തമ ശ്ലോകൻ തന്റെ കീർത്തനം കേട്ടാൽ ഒരുവർക്കുമങ്ങ് ഒരിക്കലും രാത്രിയിൽ മതി വരികെന്നുള്ളതില്ലയല്ലോ. രാക്ഷസന്മാർക്കും ശോഭജന്മാർക്കും ഭഗവാന്റെ ദാക്ഷിണ്യം ഉദന്തം കേൾപ്പാനാഗ്രഹമില്ലായി മറ്റുള്ള ഭക്തന്മാർ ദുഷ്കൃത മഹാവ്യാധി തെറ്റെന്ന് വടുവറ്റു പോവതിന് എളുതായ സിദ്ധിതം സിദ്ധൌഷധം എത്രയും മനോരമ്യം വൃദ്ധിതം മോക്ഷപ്രദം അജ്ഞാന വിനാശനം നിത്യവും വിഷയവൈരാഗ്യവാന്മാരായി സമബുദ്ധിമാന്മാരായി ആത്മജ്ഞാന തൽപരന്മാരായി സത്യസങ്കൽപ്പന്മാരായി ഉത്തമോത്തമന്മാരായി അത്യന്തം ജപയജ്ഞകൃത്യന്മാരായി വർത്തിക്കും മർത്യന്മാർക്കേറ്റം ആനന്ദേന ചൊല്ലുവാനുള്ളോരുത്തമ വൃത്തം ജഗൽ സമ്മതം രമണീയ മൽപിതാമകന്മാരെ ധാർധരാഷ്ട്രന്മാരായോരബ്ദിയിൽ അവനീശമണ്ഡല ശശകുലെ മത്സരെ ഭീഷ്മദ്രോണാദി തിമിംഗലാഗ്രഹേ മധ്യദുർമാർഗെ കടാക്ഷപ്ലവത്തിന്മേൽ ചേർത്ത് സകൃണമത്യത്ഭുതം സ്വപ്നസന്നിഭം തത്ര വിഘ്നമെന്നിയെ പരിചോടുടൻ ചെറിയൊരു കറ്റുകൾ കുളമ്പിന് തുല്യമായി കടത്തിയാൻ ഉറ്റവനായ ഭക്തവത്സരൻ പരമാത്മാ വിശ്വൈക സാക്ഷി പുരുഷോത്തമൻ അധോക്ഷജൻ അച്യുതൻ അശ്വത്ഥാമ എന്ന അവനുടൻ തന്നെ ഉത്തമം ബ്രഹ്മാസ്ത്രം വന്ന് എന്നെ നിഗ്രഹിപ്പാനായി മുഗ്ധയമ്മ മാതാ തന്നെ ജഠരത്തിൽ പുക്കുടൻ ചിദ്രിപ്പിപ്പാൻ ആരംഭിച്ചളവേറ്റം ഉൾക്കനീവി എന്ന് പത്മേഷണൻ കൃപാലയൻ
ചക്രത്തേജസാഭിരന്യസ്ത്ര വീര്യത്തെ കെടുത്തി ഇക്കണാകിയൊരു മാം രക്ഷിച്ചു കൊണ്ടാനല്ലോ. അങ്ങനെ വർത്തിച്ചോരു മംഗലചരിതങ്ങൾ ഇങ്ങടിയന് കേൾപ്പാനെ കൊണ്ട് വഴി പോലെ തിങ്ങിന കൗതൂഹലത്തോടരുൾ ചെയ്തിടണം. മങ്ങാതുരത്യാനന്ദം എന്നുള്ളിൽ വളരുന്നു. നിന്തിരുവടിയുടെ വാഗ്മാധുര്യങ്ങൾ കൊണ്ട് തന്തിരുവടിയുടെ ചരിതരസം കൊണ്ട് സന്തതം കൈവല്യത്തെ പ്രാപിച്ചേനിപ്പോഴേ ഞാൻ എന്തൊരാനന്ദമിതിൻ മീതെ മറ്റുള്ളു പാർത്താൽ ഉണ്ട് എനിക്കിതിൽ ചില സംശയം തോന്നിയിടുന്നു. കുണ്ടത തീർന്ന ഭവൻ അതിനെ തീർത്തിടേണം. കണ്ടിക്കുടലാള ദേവകതനൂജയിലുണ്ടായ ഗർഭം തികഞ്ഞ രോഹിണിയിൽ കണ്ടത് ബലഭദ്രനായത് അവൾ തന്നിൽ രണ്ടാമത് അഖിലേശൻ താൻ അവതരിച്ചതും കിം പ്രയോഗാർത്ഥം വസുദേവ മന്ദിരത്തിങ്കൽ അമ്പിനോട് അവതരിച്ചിടിന ജഗന്നാഥൻ ബന്ധമെന്തങ്ങ് പ്രജം പ്രാപിപ്പാൻ അവിടെ തൻ ബന്ധുക്കളോടും കൂടിയിട്ട് എന്തൊന്നു ചെയ്തതെന്നും പങ്കജനേത്രൻ മധുരാപുരിക്കെഴുന്നള്ളി സംഘർഷണാനുജൻ താൻ ശങ്ക കൈപിടിഞ്ഞു. തൻ മാതുലൻ തന്നെ ജനസംസതി മധ്യേ നിന്നു ചേതസ് വൈരം കലർന്ന് എന്തിനു കൊല ചെയ്തു. ഹേതുവന്ത് അത് കഷ്ടമല്ലേ. നറുമ്പാൽ തൊഴും മൃദുമുടിമാരിൽ എത്രയും നല്ല ഭാര്യമാർ എത്ര പേരുണ്ട്. എത്ര വത്സരം കാര്യമാനുഷൻ മനുജാകൃതിയോടും വിവാണരുളിനാൻ അന്നുണ്ടായ മംഗലചരിതാനന്ദ വിലാസങ്ങൾ ഒക്കെ ഒന്നൊഴിയാതെ വ്യാസമായി അരുളി ചെയ്തിടേണം. ഇവ 3 വാസരം അനസരം ദീക്ഷിച്ചു കഴികയാൽ ദാഗാദി പരിശ്രമമുണ്ടെന്നു തിരുവുള്ളിൽ സ്നേഹമോഹേന പരിലാളിക്ക വേണ്ടിയിലേതും മുഖാംബുജത്തിങ്കൽ നിന്നുടൻ ആവിർമോദേന പൊഴിഞ്ഞീടിന ഹരികഥാരപീയൂഷപാനം ചെയ്യുക കൊണ്ട് അടിയനിൽ പാരം കാക്ഷിതം പൈതാകാതിയില്ല. അറിഞ്ഞാലും സാദരമിന്നും കരുണാലയ കഥാമൃത സാധനം നൽകിയിടുക വേണ്ടതെന്ന് ഓരോ തരം പ്രീതനായേറ്റം അപേക്ഷിച്ചിരുന്നിടും വിഷ്ണുരാധഭക്താബ്ജം പാർത്ത് മന്ദഹാസാനന്തരം ശ്രീസുഖൻ നിജപിതാവാകിയ കവിപ്രവരേശനം വേദവ്യാസപാദ പങ്കജദ്വയം മോദേന മനപത്മമാരാധിച്ചലങ്കരിച്ച് ആദിനായകനെയും ധ്യാനിച്ചു ചൊല്ലിടിന. ഈ കലിയുഗത്തിങ്കൽ മാനുഷജാതിക്കുള്ള ദുഷ്കൃത മഹാവ്യാധി പോക്കുവാൻ എളുതായ സിദ്ധമന്ത്രൗഷധം ഉത്തമ ശ്ലോകസ്യ സന്മുക്ത കീർത്തന കാർത്തിയത്തിൻ വീതമില്ലെന്ന് നിശ്ചയിച്ചരുടെ ചെയ്തിടിന മമ പിതാ അച്യുതാം സ്വഭൂതനം പാദരായണ
ഭവാൻ ഉത്തമരാജർഷി എന്നാശു സംവദിക്കുന്നേ കൃഷ്ണനാ അത്യന്തം പ്രശസ്തിയ മാതൃക ആചാര്യഗ്രന്ഥന്മാരെയും സിദ്ധമാക്കുന്നു. പുനരതിരിച്ചലാഭത്തെ കൂടി നൽകുന്ന കഥാമൃതം കെട്ടുകൊണ്ടെങ്കിൽ അവരാ പുറപ്പെട്ടു ദേവതാപസന്മാരും നാഗമോഹനം തന്നെ കണ്ണുടച്ചുടെ ഉണ്ടായി വന്ന സങ്കടമെല്ലാം ഉണർത്തിച്ചു. അത് കേട്ട് ശങ്കരൻ താൻ തന്നെയും മന്ദസ്മിതാവലോകനം ചെയ്തുകൊണ്ട് അങ്കുരിതാനന്ദേന നാം അവരോട് കൂടി പോകുന്നോടാകലോടാകലത്തിപ്പ എന്നെല്ലാം മനം ചെയ്തു. ഇതുപോലെ ലൈൻ എപ്പോഴും കിട്ടത്തില്ല, ഇതുപോലെ ലൈൻ എപ്പോഴും കിട്ടത്തില്ല. വേണേ പിടിച്ചോണം, ഞാൻ പറഞ്ഞേക്കാം. സംഗ്രഹമായ പൂർണ്ണസുഖം കണ്ടു കരുണാശാലി പരമ്പുരുഷൻ തന്നെ തൽക്കാലേ നിജകൃതി വിശ്വാസം വളർന്നതിന് സ്നേഹത്തിലർന്ന അരവിന്ദലോചനപ്രഭാരത്തിൽ അവസ്ഥകളെ പേർ വിശ്വനാഥൻ പ്രകൃതി
യുദ്ധമെല്ലാമേ അവൻ വന്നു കൂടിയിടുമ്പോഴും അത്യാനന്ദം സിദ്ധിക്കും നമുക്കൽ ദുഷ്ടഭൂതങ്ങൾ ഭഗവതേ പാട്ടും പാടിക്കാം. മനസ്സിലായി
പിന്നെ അന്തേരമർമ്മ സോദരികളിൽ പ്രതിനന്ദിച്ചു പുനർന്നിടം വാത്സല്യമർമ്മ ചെന്തലോകകളിൽ ഭീതി കൂടാതെ അഭിമാനത്തിൽ നിന്നെ കൊന്നു നിന്നീടും ഒരു സംശയമുണ്ടാകില്ലെന്നവനോട് പിന്നെയും വനരതരം അല്ലോ ശീഘ്രമേ സഭയിൽ നിന്ന് എല്ലാവരും കരവാട്ട ഇരയാ ചിന്തയുണ്ടാവാൻ അവകാശമില്ല ഒരിക്കലും മര്യാദ ഗതികൾ കണ്ട് സകലരും അന്തരം വരുന്നറിയും എന്നറിയാതെ അന്തരം
മറ്റൊരു തുണയില്ല ധരിക്കണം നിർണയം കൂടാതെ ഒരിടത്തും നിന്ന് കൂടുകയില്ല ദേഹികൾക്ക് എന്നാൽ അപ്പോൾ മുന്നിലേത് ഓരോന്നൊടിഞ്ഞിടിഞ്ഞാൽ ഉടൻ പിന്നെ തൃണജലോകങ്ങളിൽ അതുപോലെ ചെന്നു താഴുവാൻ ഓരോന്നെടുത്തിടുന്നു പുരാ കർമ്മതുല്യരായി നിരന്തരമല്ലേ അനുകരിച്ചിരുന്നൊരവസ്ഥകൾ പിന്നെ ഇതിൽ സ്മൃതി നിർമ്മലന്മാർക്ക് പോലും നിദ്രയിൽ കാണായതൻ മനക്കാവിൽ തോന്നായും നിറങ്ങുണർന്നോർത്താൽ പിന്നെയും അങ്ങതുപോലെ നിദ്രയും മരണവും മന്നവ തമ്മിൽ തുലൂക്കും ഇല്ലൊരു ഭേദം കർമ്മവാസനയ്ക്ക് ഒത്തവണ്ണമേ മരിക്കുമ്പോൾ തൻ മനോഗതികൾ എന്തോന്ന് പിന്നെ ജന്മനീ ദേഹമായത് പഞ്ചഭൂതങ്ങളും അതിലെ ദേഹികൾക്ക് അകമതിചേതസി ഭവിച്ചിരുന്ന കാലമുണ്ടല്ലോ ജന്മസംഗതം പരമാത്മാമൂല ഭാവനോട് കേവലം മനസ്സ് അതിൽ കാരണമെന്നൊന്നു ജീവൻ പരനും ഒന്നു ഇന്ന സംശയമേതും കാരണം സ്വയം ജ്യോതിരാത്മാവിനോട് നേരിടുന്ന ശരീര ആത്മജ്ഞാന സംഗ്രഹം പരം നീ അത് വിചാരിച്ച് കണ്ടോ അതിന്റെ മാത്മന തെളിഞ്ഞ് അല്ലാതെ മറ്റേവണ്ണയായ ദുരുന്മേഷം അത്ഭുതന്മാരെ പോലെ മായ സംഭ്രമം നിനക്കല്ല ഇത് തോന്നേടേണ്ടോ സോദരിയായ ദിവ്യകന്യക തന്നെ കൊല്ലായിക ദീനവത്സരോ കാരുണ്യമകക്കാപ്പില്ലയോ പേടിച്ച് വളർന്നു അത് കടലയ്യോ ഇത്രയും സ്നേഹമുള്ള ഇവിടെ ഈ കോപമെന്ന് ഈ വണ്ണം ഉണ്ടായിരുന്ന ഒരു ചിത്രം കേശവാദം